രാജ്യത്തിലെ യുവാക്കൾ കേന്ദ്ര സർക്കാരിനെതിരാണെന്നും പുതിയ തലമുറ നരേന്ദ്രമോദിയെ കൈവിട്ടു എന്നും കഴിഞ്ഞ കുറച്ചു കാലമായി പ്രതിപക്ഷം വലിയ തോതിൽ പ്രചാരണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി പോലുള്ള ഓൺലൈൻ കൂട്ടായ്മകളുടെ ഉദയത്തിന് ശേഷം ഈ കുപ്രചാരണം ശക്തമായിരുന്നു. പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയൊരു സർക്കാർ വിരുദ്ധ തരംഗം യുവാക്കൾക്കിടയിൽ ഉണ്ടെന്ന് വരുത്തിത്തീർക്കാനായിരുന്നു ഈ നീക്കം. എന്നാൽ ഈ പ്രചാരണങ്ങളുടെ എല്ലാം മുനയൊടിക്കുന്ന പ്രതിപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഏറ്റവും പുതിയ സി വോട്ടർ സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യത്തെ പുതുതലമുറയുടെ അഥവാ ജെൻസിയുടെ യഥാർത്ഥ നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന് ഈ സർവേ നൽകുന്ന ഉത്തരം പ്രതിപക്ഷത്തിന് കനത്ത പ്രഹരമാണ്. എത്രയൊക്കെ കുപ്രചാരണങ്ങൾ അഴിച്ചുവിട്ടിട്ടും രാജ്യത്തെ യുവാക്കളുടെ പ്രിയപ്പെട്ട നേതാവ് നരേന്ദ്രമോദി തന്നെയാണെന്ന് സർവേ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. സർവേയിൽ പങ്കെടുത്ത 40% യുവാക്കളും നരേന്ദ്രമോദിക്കൊപ്പമാണ് ഉറച്ചു നിൽക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി ആവട്ടെ കേവലം 27.9% പിന്തുണയുമായി ബഹുദൂരം പിന്നിലാണ്. ഇനി യുവാക്കളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യമോ വെറും 4.3% മാത്രമാണ് അദ്ദേഹത്തിനുള്ള പിന്തുണ. അഖിലേഷ് യാദവിനെയും കെജ്രിവാളിനെയും പോലുള്ള പ്രാദേശിക നേതാക്കളെ ബഹുദൂരം പിന്നിലാക്കി BJP എന്ന പാർട്ടിക്ക് മാത്രം 12.6% യുവാക്കളുടെ പിന്തുണയുണ്ട്. അതായത് തെരുവുകളിലെ ബഹളങ്ങൾക്കും ക്യാമ്പയിനുകൾക്കും അപ്പുറം യുവാക്കളുടെ വോട്ട് ബാങ്ക് എപ്പോഴും NDAയുടെ കൈകളിൽ ഭദ്രമാണ്. ഇനി പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ആഘോഷിച്ച പരീക്ഷാ പേപ്പർ ചോർച്ചയിലേക്ക് വരാം. ഈ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നായിരുന്നല്ലോ പ്രതിപക്ഷത്തിന്റെയും പാറ്റക്കൂട്ടങ്ങളുടെയും പ്രധാന ആവശ്യം. എന്നാൽ യുവാക്കൾക്ക് വേണ്ടത് രാഷ്ട്രീയ നാടകങ്ങളല്ല എന്ന് സർവേ കൃത്യമായി പറയുന്നു. 63% പേരും മന്ത്രിയുടെ രാജിയല്ല യഥാർത്ഥ പ്രശ്നപരിഹാരം എന്ന് വിശ്വസിക്കുന്നവരാണ്. സർവേയിൽ പങ്കെടുത്തവരിൽ 31.7% പേരും ആവശ്യപ്പെട്ടത് പരീക്ഷാ തട്ടിപ്പുകൾ തടയാൻ കർശനമായ നിയമം കൊണ്ടുവരണമെന്നാണ്. യുവാക്കളുടെ ഈ ആവശ്യം മുൻകൂട്ടി കണ്ടാണ് മോദി സർക്കാർ സുപ്രധാനമായിട്ടുള്ള ആ ചുവടുവെപ്പ് അടുത്തിടെ നടത്തിയത്. പരീക്ഷാ മാഫിയകളുടെ വേരെടുക്കാൻ ലക്ഷ്യമിട്ട് ഏറ്റവും കർശന വ്യവസ്ഥകളോടെ പബ്ലിക് എക്സാമിനേഷൻസ് ഭേദഗതി ബിൽ 2026 കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ പാസാക്കി കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിക്കുന്നവർക്ക് ഇനി യാതൊരു ദയയുമില്ല. പരീക്ഷാ തട്ടിപ്പിൽ ഏർപ്പെടുന്നവർക്ക് 10 വർഷം വരെ കഠിന തടവും 50 ലക്ഷം രൂപ വരെ പിഴയുമാണ് പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. ഇനി ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന വൻകിട ഏജൻസികളോ മാഫിയകളോ ആണെങ്കിൽ അവർക്ക് 10 കോടി രൂപ വരെ പിഴയും പരീക്ഷാ നടത്തിപ്പിൽ നിന്ന് വിലക്കും നേരിടേണ്ടി വരും. കേസുകൾ വർഷങ്ങളോളം വലിച്ചു നീട്ടുന്ന പഴയ രീതിയൊക്കെ ഇതോടെ അവസാനിക്കുകയാണ്. പരീക്ഷാ തട്ടിപ്പ് കേസുകൾ അതിവേഗം തീർപ്പാക്കുന്നതിനായി രാജ്യത്തുടനീളം പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അന്വേഷണം വെറും 60 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുകയും കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യണം. തട്ടിപ്പ് കാരണം പരീക്ഷ റദ്ദാക്കേണ്ടി വന്നാൽ അതിനുള്ള മുഴുവൻ ചെലവും കുറ്റക്കാരിൽ നിന്ന് തന്നെ ഈടാക്കും. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ എടുത്ത ഈ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് യഥാർത്ഥത്തിൽ രാജ്യത്തെ യുവാക്കൾ ഇന്ന് നെഞ്ചിലേറ്റുന്നത്. അല്ലാതെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒരു വലിയ മാറ്റമാണെന്നോ പരിഹാരമാണെന്നോ ഭൂരിഭാഗം യുവാക്കളും കാണുന്നില്ല. എന്നിട്ടും സർക്കാരിന്റെ നടപടികളിൽ 50% പേർ അതൃപ്തരാണ് എന്നൊരു കണക്ക് പ്രതിപക്ഷം ഇതിനിടയിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട്. എന്നാൽ അവിടെയാണ് പ്രതിപക്ഷത്തിന് ശരിക്കും അടിതെറ്റിയത്. ഡാറ്റകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ അതൃപ്തിയുടെ യഥാർത്ഥ കാരണം മനസ്സിലാകും. ഈ പറയുന്ന അതൃപ്തി അതെവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമോ? പ്രധാനമായും കേരളം, കർണാടക, പഞ്ചാബ് തുടങ്ങിയ പ്രതിപക്ഷ ഭരണ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇതേ സംസ്ഥാനങ്ങളിൽ തന്നെ സംസ്ഥാന സർക്കാരുകളുടെ നടപടികളിലുള്ള അതൃപ്തി 65%. അതായത് പരീക്ഷാ തട്ടിപ്പുകൾ തടയുന്നതിൽ സ്വന്തം സംസ്ഥാന സർക്കാരുകൾ യാതൊരു നടപടിയും എടുക്കാത്തതിലുള്ള കടുത്ത രോഷമാണ് വോട്ടർമാർക്കിടയിൽ അലയടിക്കുന്നത് എന്ന് തന്നെ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ അതൃപ്തി വെറും 40% മാത്രമാണ്. അതിനെ നമ്മൾ കുറച്ചു കാണുന്നില്ല. പകരം മനസ്സിലാക്കേണ്ടത് ഇത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ കുഴപ്പമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തെ സിസ്റ്റത്തിന്റെ തന്നെ കുഴപ്പമാണ് എന്നാണ്. ഇതിനെ വളച്ചൊടിച്ച് BJPക്കെതിരെയുള്ള ആയുധമാക്കിയത് പ്രതിപക്ഷ പാർട്ടികളും അവരുടെ പ്രോക്സിയായ CJPയുമാണ്. ചുരുക്കത്തിൽ NDA സർക്കാരിന്റെ നടപടികളെക്കാൾ യുവാക്കളെ ഇന്ന് പ്രകോപിപ്പിക്കുന്നത് പ്രതിപക്ഷ സർക്കാരുകളുടെ ഈ കെടുകാര്യസ്ഥതയാണ്. കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള നാടകങ്ങളല്ലാതെ ഭരണപക്ഷത്തെ തിരുത്തുന്ന ക്രിയാത്മകമായ വിമർശനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. പകരം BJPയെ ഭരണത്തിൽ നിന്ന് ഇറക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ഇന്ത്യ സഖ്യം കളിക്കുന്ന ഈ നെഗറ്റീവ് പൊളിറ്റിക്സിനോടുള്ള രാജ്യത്തെ യുവജനങ്ങളുടെ മടുപ്പ് തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി പോലെയുള്ള ഭോഷ്കുകൾക്ക് കിട്ടുന്ന ഈ സ്വീകാര്യത. ഡാറ്റകളെ വളച്ചൊടിച്ച് കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചവർക്ക് കണക്കുകൾ കൊണ്ട് തന്നെ വലിയൊരു മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കെജ്രിവാളിനെയും അദ്ദേഹത്തിന്റെ പാറ്റക്കൂട്ടങ്ങളെയും മുൻനിർത്തി യുവാക്കളുടെ ഇടയിൽ തരംഗമുണ്ടാക്കാമെന്ന മോഹം തൽക്കാലം നടപ്പിലാക്കാൻ പോകുന്നില്ല. എങ്കിലും ഈ സർവേ ഫലങ്ങളിൽ നിന്ന് BJP നേതൃത്വം പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. കൃത്യമായ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം പോരാ, അത് രാജ്യത്തെ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാനും
അവരുമായി സംവദിക്കാനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പാർട്ടി നേതൃത്വം നേരിട്ടിറങ്ങിത്തിരിക്കണം. രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന നയങ്ങളെയും അതിന്റെ നേട്ടങ്ങളെയും പറ്റി യുവാക്കളെ BJP തന്നെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അതിനെല്ലാം പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് വളച്ചൊടിക്കുമെന്ന വലിയൊരു അപകടം കൂടി ഈ സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ഭാവി ആരുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് രാജ്യത്തെ യുവാക്കൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ആ ബോധ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാനും വഴിതെറ്റിച്ച് വിടാനും ആരെയും അനുവദിക്കരുത് എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.